ഹായ് ഹലോ. നമ്മൾ കണ്ടിട്ട് കുറേ നാളായി അല്ലേ ഗൈസ്? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഇടാതിരുന്നപ്പം എനിക്കും എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് പറയണ്ടേ, നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അപ്പം ഞങ്ങൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ് കേട്ടോ. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് പോവാണ്. പക്ഷേ നേരെ കോഴിക്കോട്ടേക്കല്ല, നമുക്ക് ആദ്യം പോകേണ്ടത് മലപ്പുറത്തേക്കാണ്. അവിടെ നിന്ന് നമ്മൾ പിന്നെ കോഴിക്കോടിന് പോകും കേട്ടോ. അപ്പം അതെന്താണെന്നൊക്കെ നിങ്ങൾക്കറിയണ്ടേ? ഞാൻ പറയാം. നമ്മൾ ഒരു കല്യാണത്തിന് പോവാണ്, നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ അത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറത്ത് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ഈ പരപ്പനങ്ങാടി എന്ന് പറയുന്നത് കോഴിക്കോടായിരിക്കുമെന്ന്. പക്ഷേ മലപ്പുറമാണെന്ന് വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പം നമ്മൾ ആദ്യം പരപ്പനങ്ങാടി പോയി കല്യാണമൊക്കെ കൂടിയതിന് ശേഷം കോഴിക്കോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരപ്പനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. വെളുപ്പിനെ ട്രിവാൻഡ്രത്ത് നിന്ന് രാത്രി ട്രെയിൻ കയറി വെളുപ്പിനെ നമ്മൾ പരപ്പനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മൾ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് റൂം കേട്ടോ. അപ്പം ചെറുതായിട്ട് വിശ്രമിച്ചിട്ട് നമ്മൾ കുറച്ച് റെഡിയായി പോവാണ്. ഇവിടെ കല്യാണ വീട്ടിലേക്ക്, വീട്ടിലേക്കല്ല, ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പം നമ്മൾ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോഴേക്കും വധുവും വരനും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും തുടങ്ങിയതുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ ഫോട്ടോഷൂട്ട് ആരെങ്കിലുമൊക്കെ നടത്തി തരില്ലല്ലോ, നമ്മൾ തന്നെ അവിടെ ചെന്നാലും നമ്മൾ ഫോട്ടോ എടുക്കുമല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ഒരു സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തന്നെ സ്വയം നമ്മുടെ ഫോട്ടോഷൂട്ട് അങ്ങനെ നടത്തി. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വധു വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മിന്നൂട്ടി. അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം പോയത്. അപ്പോൾ അവൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കുറേ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ തലേ ദിവസം പിറ്റേ ദിവസം അങ്ങനെ റിസർവ് ചെയ്ത് ട്രെയിനിൽ പോയതാണ്. അങ്ങനെയാണ് ഇവിടുന്ന് ഒരു 50-50ഓളം ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിന് മുകളിലേക്ക് പോവാണ്. കല്യാണം നടക്കുന്ന സ്റ്റേജിൽ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഞാനും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് നിൽക്കുകയല്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മൾ ഇവിടെ വന്ന് നിൽക്കില്ലേ, ഒരു കല്യാണത്തിന് കൂടുന്നപ്പോൾ വേറൊരു നാട്ടിലാവുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നറിയാനും ഒക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. ഇവർക്ക് പല പല ആചാരങ്ങളും ചടങ്ങുകളൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊള്ളായിരുന്നു. മിന്നൂട്ടി ആകാശ നീല കളറിൻ്റെ ലഹങ്കയൊക്കെയാണ് ഇട്ടിരുന്നത്. നല്ലതായിരുന്നു. അവളെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ എവിടേക്കാണ് പോകണേ? ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡിന് പോവുകയാണ്. എവിടേക്കാണ്? കോഴിക്കോട്ടേക്കാണ്. കാരണം എന്താണെന്നറിയോ, അവിടെ പോയി ജസ്റ്റ് ബീച്ചൊന്ന് കാണണം. എന്നിട്ട് നമുക്ക് വൈകിട്ട് 6:20 അടുത്ത ട്രെയിനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പിടിക്കണം. അതിന് വേണ്ടി നമ്മൾ കല്യാണ സ്ഥലത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ഒന്നും കാണാനോ കേൾക്കാനോ ഒന്നും നിന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പരപ്പനങ്ങാടിയിൽ നിന്ന് ബസ് കയറി കോഴിക്കോട്ടേക്ക് പോവാണ്. ഒരു 1.25 മണിക്കൂർ അതിനകത്ത് നമ്മൾ കോഴിക്കോടെത്തി. നല്ലൊരു ട്രാവലായിരുന്നു. ബസ്സിനകത്തും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് പോവാണ് ഗൈസ്. അപ്പം നമുക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നു, നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ ട്രെയിനൊക്കെ സമയത്തിന് കിട്ടുമോ എന്നുള്ളത്.
ബുക്ക് ചെയ്തിട്ടാണ് പോയത്, എന്നാലും ട്രെയിൻ സമയത്തിന് കിട്ടുമോ എന്നൊരു ടെൻഷൻ. അപ്പോൾ അതൊക്കെ പോട്ടെ ഗൈസ്, നമ്മളിത് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ പ്രോഗ്രാമിന് വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗത്തും പോയിട്ടുണ്ടെങ്കിലും കോഴിക്കോട് ഇതുവരെ പോയിട്ടില്ല. ആരെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചില്ലെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വരാനാണൊരു സാഹചര്യം കിട്ടിയത്. എങ്ങനെയായാലും കുഴപ്പമില്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡിൻ്റെ വെറൈറ്റിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കേട്ടതൊക്കെ സത്യം തന്നെയാണ് ഗൈസ്. നമ്മൾ ബീച്ചിൽ ചെന്നപ്പോൾ തന്നെ നല്ല വൈബ് കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ കുടിച്ച് തുടങ്ങിയപ്പോൾ ഐറ്റംസിൻ്റെ എണ്ണം കൂടി. ഞാൻ കല്ലുമ്മക്കായ കഴിച്ചു, പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ അവിടെ കാടമുട്ടയിൽ ഇങ്ങനെ മുളക് ചേർത്തിട്ടുള്ള ഒരു ഡിഷ് തന്നു, അത് സൂപ്പറായിരുന്നു. ദേശവും കഴിക്കുന്നുണ്ട് ഇത് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ ഫ്രൈ, അത് എല്ലാം നല്ലതാണ് കേട്ടോ. ഇത്രയും വെറൈറ്റി കണ്ടപ്പോൾ തന്നെ സന്തോഷം. സാധാരണ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഉപ്പിലിട്ടതൊക്കെ വെറൈറ്റിയൊക്കെ കാണാറുണ്ട്, അത് എല്ലായിടത്തും കാണുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇത്രയും ഐറ്റംസ് നമ്മൾ കേട്ടതൊക്കെ സത്യം തന്നെയാണ്. ഒരു എന്താ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ അവിടെ ഈ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെ ഉണ്ടായിരുന്നു. നമ്മളിത്തിരി എന്താ ആരും ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ അതൊരു ഇതല്ലേ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഒരു വൈബ് തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു ലൊക്കേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലിലേക്ക് ഇറങ്ങിയില്ല, കാലും നനയ്ക്കാനൊന്നും പോയില്ല. കാരണം കുറച്ച് നേരം നിന്നിട്ട് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. കാരണം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്കാണ് നമ്മൾ ബീച്ചിലേക്ക് പോയത്. അപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു, എങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് ഇനി അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ നിന്നു. അപ്പോൾ അമ്മ ദേ ഉപ്പിലിട്ട സാധനങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അയ്യോ ഗൈസ്, എനിക്ക് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിന് അഡിക്റ്റാണ്. പ്രത്യേകിച്ച് മാങ്ങയുടെ എന്ത് ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പിലിട്ടതിൻ്റെ എത്ര വെറൈറ്റി ഉണ്ടെങ്കിലും മാങ്ങ എനിക്കൊരു ക്രേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ മാങ്ങ മുറിച്ചതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും മാങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് അച്ചാറ് പരുവത്തിൽ അരിഞ്ഞിട്ട് അങ്ങനൊരു ഡിഷ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിലിവർ ചേർത്ത് തരുന്നത് നല്ല സൂപ്പർ സാധനം. മാങ്ങ മാത്രമല്ല, അതിൽ ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ഐസും കൂടെ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ഡിഷ്. കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പർ. പക്ഷേ ഞാൻ തണുപ്പ് ഒരുപാട് കഴിക്കുന്ന ആളല്ല, അതുകൊണ്ട് ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ തന്നെ സ്വയം കൺട്രോൾ ചെയ്തു. ബാക്കി ആച്ചുക്കുട്ടൻ അത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫില്ല് ചെയ്ത് തീർന്നില്ല, ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടനും പിന്നെ അനിയനും ഒക്കെ വേറെ ഐറ്റംസൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാവയ്ക്കും കൊടുത്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ചുറ്റി കാണുകയാണ്. ഞാൻ ഒത്തിരി വരാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണല്ലോ, അവിടെ ഞാൻ എത്തിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. എന്നെ കണ്ട് ആനൂട്ടൻ കളിക്കുന്നത്, കുറച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് ചേട്ടൻ പോയി അവനെ അവിടുന്ന് എടുത്തു വിളിച്ചുകൊണ്ട് വരിക. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നു കേട്ടോ. കുറച്ച് നേരം കൂടി നിന്നിട്ട് എന്തോ പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ട്രെയിൻ മിസ്സാകരുതല്ലോ. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും എല്ലാവർക്കും ഇല്ലാതില്ല ഗൈസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ആച്ചൂട്ടൻ ഞാൻ കൊടുത്ത ആ മിക്സ് ഉണ്ടല്ലോ, ബീട്രൂട്ട് മാങ്ങ മിക്സ്, അതിങ്ങനെ കഴിച്ച് തീർക്കാതെ പതുക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പം പിന്നെ ഞാൻ ചെന്ന് അവനെ സോപ്പിട്ട് ഒന്ന് വാങ്ങി ഒരു കൊതിക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തു. അയ്യോ അടിപൊളി, കൊള്ളാം. പക്ഷെ എന്നാലും ഞാൻ നിയന്ത്രിക്കും കേട്ടോ. കുറച്ച് കൊതിക്ക് വേണ്ടി കഴിച്ചിട്ട് ഞാൻ നിർത്തി. അല്ലെങ്കിൽ പിന്നെ തൊണ്ടയ്ക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിർത്തി. ഞാൻ നല്ല കുട്ടിയാണ് ഗൈസ്, നല്ല കുട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടം വിടുക തന്നെ, അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അപ്പോൾ എന്താ പറയുക, നല്ല ഒരു ജേണി ആയിരുന്നു. നല്ല വൈബ്, നല്ല സ്ഥലമാണ് കോഴിക്കോട്. നല്ല ആൾക്കാരാണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്.
എന്താ ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഇത്രയും വെറൈറ്റീസൊക്കെ ഇനിയും ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ഇങ്ങനെ ചിരിക്കുന്നത് എന്താണ് മകേഷ്? ഞാനവിടെ ജനലിൻ്റെ വെളിയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ഇവൻ്റെ അടുത്തേക്ക് നടന്ന് ചെന്നപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ, ഭയങ്കര ചിരി. ഇതെന്താണെന്നറിയോ, ആച്ചുമോന് എപ്പോഴും നമ്മളറിയാതെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഫോൺ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മൾ എക്സ്പ്രഷനൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവന് വിഷമമാവും. അതാണ്. അപ്പോൾ എന്താ, ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ വരും കോഴിക്കോട്ടേക്ക്. പിന്നെ അപ്പോൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ അതേ ട്രെയിൻ വന്നു ഗൈസ്. ഞങ്ങൾ ട്രെയിനിൽ കയറി പോവാണ് തിരുവനന്തപുരത്തേക്ക്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. ഇപ്പോൾ ഒത്തിരി സന്തോഷം, നല്ലൊരു ജേർണി ആയിരുന്നു. അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ മാത്രമല്ല ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ലവ് യു.